ഇപ്പോൾ എന്തായാലും ഈ പ്രഖ്യാപനം, ഈ പദ്ധതി അത് വിഭാവനം ചെയ്തിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നു. പക്ഷേ നിലവിലെ അവസ്ഥയിൽ KSRTC ഇത് താങ്ങാൻ കഴിയുമോ എന്നുള്ള സുപ്രധാനമായ ചോദ്യമുണ്ട്. നമുക്കറിയാം, ഒരു 5 വർഷം മുൻപ് എന്തായിരുന്നു KSRTCയുടെ അവസ്ഥ. അതിൽ നിന്നും പൊക്കിക്കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നഷ്ടത്തിൽ കൂപ്പുകുത്തിയിരുന്ന KSRTC പിന്നീട് അത് ലാഭത്തിലേക്ക് വരുന്നു. പുതിയ ഒരുപാട് റൂട്ടുകൾ അനുവദിക്കുന്നു, പുതിയ ബസ്സുകൾ വരുന്നു. അങ്ങനെ മെല്ലെ വന്നതാണ്. ഈ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യം അത് കാലങ്ങളോളം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്താണ് ഇത്തരം ഒരു സൗജന്യ യാത്ര എന്നുള്ള പ്രഖ്യാപനം അതെങ്ങനെയാകും നടപ്പാക്കാൻ കഴിയുക. വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു KSRTCയെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മറ്റൊന്ന്, ഈ പ്രൈവറ്റ് ബസ് ഉടമകളുടെ ഒരു വലിയ ആശങ്ക, ഞങ്ങളുടെ വ്യവസായം തന്നെ ഇല്ലാതാകുമെന്നൊരു ആശങ്ക അവർ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ആശങ്ക കൃത്യമായി പരിഗണിക്കുമെന്ന ഉറപ്പ് മന്ത്രി നൽകുകയാണ്. ഇതിലിപ്പോൾ 112 കോടി എന്ന് പറയുകയാണ്. അത് കൃത്യമായി കണക്ക് ഇന്നിപ്പോൾ KSRTC MD ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏത് തരത്തിൽ നോക്കിയാലും നഷ്ടം ഉണ്ട് എന്നതാണ്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കിയാൽ അതിനൊരു പ്രത്യേക കണക്ക് നഷ്ടം എന്തൊക്കെയാണെങ്കിലും അത് KSRTC നഷ്ടത്തിലേക്ക് കൊണ്ടാക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാകും അത് നടപ്പിലാക്കാൻ പോവുക? കടമ്പകൾ ഏറെയാണ് ഉള്ളത്. 3 മാസത്തിനുള്ളിൽ 112 കോടിയുടെ നഷ്ടം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് KSRTCയുടെ നട്ടലിലൊടിക്കുന്ന തീരുമാനമാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ സ്വകാര്യ ബസ്സുകളിൽ കയറാൻ കുട്ടികൾ മാത്രവും വിദ്യാർത്ഥികൾ മാത്രവും 1 രൂപയ്ക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന 70% യാത്രക്കാരും സ്ത്രീ യാത്രക്കാരാണ്. അപ്പോൾ സ്ത്രീ യാത്രക്കാർ ഒഴിവായാൽ, ഇപ്പോൾ ഒരു സ്ത്രീയും ഒരു ഭർത്താവും ഭാര്യയും ഭർത്താവും കൂടി വന്ന് ബസ് കയറാൻ വരുമ്പോൾ ഒരാൾക്ക് ഫ്രീ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഭർത്താവും കൂടി ആ ബസ്സിൽ കയറാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ബസ്സുകളില്ലാതെയാവും. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും തൊഴിൽ മേഖലയാണത്. അപ്പോൾ ഈ തൊഴിൽ മേഖല അപ്പാടെ ഇല്ലാതെയാവും. ജനങ്ങളുടെ യാത്രാ സൗകര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങളെ കൂടി നിലനിർത്തുന്ന ഒരു പാക്കേജാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുള്ളത്. അനുജ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സർക്കാർ സംവിധാനങ്ങളിലെ ഈ സർവീസ് സെക്ടേഴ്സ്, സേവന മേഖലയിൽ എന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ A എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് B എന്ന സ്ഥലത്തേക്ക് യാത്ര പോകണം. ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് Aയിൽ നിന്ന് കയറുന്ന ആൾക്കാരുടെ എണ്ണം അത് എത്രയായാലും Bയിലേക്ക് ആ ബസ് യാത്ര ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. ഒരു ദിവസം ഒരുപക്ഷെ 100 പേരായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം 10 പേരായിരിക്കാം. എങ്കിലും ആ ബസ് സർവീസ് അവിടെ മുടങ്ങുന്നില്ല. Aയിൽ നിന്ന് Bയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു നഷ്ടമായി മാറില്ല. അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഈ സ്ത്രീ യാത്രക്കാർക്കെന്ന് പറയുമ്പോൾ 50%-ലേറെ സ്ത്രീ യാത്രികരാണ് എന്നുള്ളതാണ്. ഈ സൗജന്യ യാത്ര കൂടി വരുമ്പോൾ അതിന്റെ എണ്ണം ഇനിയും കൂടിയാൽ എന്താകും എന്ന ചോദ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ മേഖല പൂർണ്ണമായും ഇല്ലാതാകും. അതിനൊരു പാക്കേജ് വേണമെന്നുള്ളതാണ് പ്രൈവറ്റ് ബസ് ഉടമകളുടെ അവരുടെ ആ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം പരിഗണിക്കാൻ വേണ്ടി തന്നെയാണ്, ദീർഘമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇത്രയധികം ഒരു കാലതാമസം വരുന്നത് എന്നതാണ് ഗതാഗത മന്ത്രി ഇന്നിപ്പോൾ 24-നോട് പറഞ്ഞിട്ടുള്ളത്. 15-ാം തീയതി മുതൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നടപ്പാക്കുമെന്ന് ഉറപ്പ് ഗതാഗത മന്ത്രി നൽകിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.